കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിന് കീഴിലുള്ള ഇരിങ്ങാലക്കുട ടൗൺ കോർപ്പറേറ്റീവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾ വീണ്ടും നീട്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഒക്ടോബർ 30 വരെയാണ് നിലവിലെ കർശന നിയന്ത്രണങ്ങൾ നീട്ടിയിരിക്കുന്നത്. അതിനിടെ ബാങ്കിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് സമഗ്രമായ ഫോറൻസിക് ഓഡിറ്റിംഗ് നടത്തണമെന്നും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് നിക്ഷേപകർ സമരം ശക്തമാക്കുകയാണ്. പലിശ കൂടാതെ 400 കോടിയിലധികം രൂപയാണ് 7000-ഓളം വരുന്ന നിക്ഷേപകർക്കായി ബാങ്ക് തിരികെ നൽകാനുള്ളത്. ഈ സാഹചര്യത്തിൽ ബാങ്കിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് സമഗ്രമായ ഫോറൻസിക് ഓഡിറ്റ് നടത്തണമെന്നും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്നുമാണ് നിക്ഷേപ കൂട്ടായ്മ ഇപ്പോൾ ശക്തമായി ആവശ്യപ്പെടുന്നത്. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടതിന്റെ ആദിയിലാണ് വൃദ്ധയായ ഇന്ദിര എന്ന നിക്ഷേപക. മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, ചികിത്സ, വാർദ്ധക്യകാല ജീവിതം എന്നിവയ്ക്കായി കരുതിവെച്ച പണം ബാങ്കിൽ കുടുങ്ങിക്കിടക്കുന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് താനടക്കമുള്ള ഒട്ടനവധി നിക്ഷേപകരെന്നും അവർ പറയുന്നു. 40 ലക്ഷത്തോളം രൂപ ഇപ്പം എൻ്റെ ബാങ്കിലുണ്ട്. 41 റെസീറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഉറുമ്പ് മണ്ണ് കൂടുന്ന പോലെ 1000 രൂപ 2000 രൂപ വീതം കൊണ്ടിട്ടിട്ട് 33 വർഷമായിട്ട് എൻ്റെ സമ്പാദ്യമാണ്. ഇപ്പം എനിക്ക് 1 രൂപ പോലും കിട്ടാത്ത അവസ്ഥയാണുള്ളത്. പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ ഒന്നിച്ച് വലിയൊരു കൂട്ടായ്മ രൂപീകരിച്ചാണ് ഇപ്പോൾ നിയമ പോരാട്ടത്തിനും പ്രതിഷേധങ്ങൾക്കും ഒരുങ്ങുന്നത്. മുൻ ഭരണസമിതിയുടെ കടുത്ത അനാസ്ഥയും സ്വജനപക്ഷപാതവുമാണ് ബാങ്കിനെ ഈ വൻ തകർച്ചയിലേക്ക് എത്തിച്ചതെന്ന് നിക്ഷേപ കൂട്ടായ്മയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ആന്റണി ഇരിങ്ങാലക്കുട വ്യക്തമാക്കി. അതിന് കഴിഞ്ഞ 36 വർഷമായിട്ട് ഭരിക്കുന്നത് ശ്രീ MP ജാക്സൺ എന്ന വ്യക്തിയായിരുന്നു. തൻ്റെ ഭരണപരമായ കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും അധികാരപരിധി വിട്ട് ലോൺ കൊടുത്തതും വിലയില്ലാത്ത ഭൂമിക്ക് അമിതമായി ലോൺ കൊടുത്തതുമാണ് ബാങ്കിൻ്റെ തകർച്ചയ്ക്ക് കാരണം. 35,000 വരുന്ന നിക്ഷേപകരുണ്ടായിരുന്നു. ഇപ്പോൾ അത് 7,000 ചുരുങ്ങി. കാരണം DICGC 462 കോടി രൂപ 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപകർക്ക് കൊടുത്തു തീർത്തു. ഇപ്പോൾ 7,000 നിക്ഷേപകർക്ക് ആയിട്ട് 460 കോടി രൂപ പണം തിരികെ ലഭിക്കാനുണ്ട്. അതേസമയം ബാങ്കിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് RBI ചുമതലപ്പെടുത്തിയ അഡ്മിനിസ്ട്രേറ്റർ ഗോപി കൃഷ്ണൻ. നിലവിൽ 350 കോടി രൂപ ഗവൺമെന്റ് സെക്യൂരിറ്റിയായി ബാങ്കിന്റെ പക്കലുണ്ട്. ബാക്കി 130 കോടിയോളം രൂപ ബാങ്കിൽ നിന്നും വിവിധ ആളുകൾ ലോൺ എടുത്ത വകയിൽ ലഭിക്കാനുള്ളതാണ്. എന്നാൽ ലോൺ എടുത്തവർ തുക തിരിച്ചടയ്ക്കാത്തതാണ് നിലവിലെ പ്രധാന പ്രതിസന്ധി. കുടിശ്ശികക്കാരായ ഇവരിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ പണം തിരിച്ചുപിടിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അതിലൂടെ ബാങ്കിന്റെ പ്രതിസന്ധി പരിഹരിച്ച് നിക്ഷേപകരുടെ ആശങ്കകൾക്ക് അറുതി വരുത്താനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മെയിൻ റീസണ് എടുത്ത ലോണ് ടൈമിൽ അടയ്ക്കാൻ പറ്റില്ല, അടച്ചില്ല. അതാണ് എൻ്റെ അതുകൊണ്ട് ഈ ബാങ്കിന് കിട്ടേണ്ട ഇൻകം കിട്ടാത്തത് കൊണ്ട് ഇത്രയും ഒരു പ്രശ്നമായത്. അതാണ് ഇപ്പോൾ ലോണാണ് മെയിൻ റീസൺ. അത് അതിൻ്റെ റിക്കവറിക്ക് വേണ്ടിയുള്ള ശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണത്. തങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമായി തിരികെ ലഭിക്കാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും ശക്തമായ ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ദൂരദർശൻ ന്യൂസ്, തൃശൂർ.